മെട്രോ പോയപ്പോൾ വാങ്ങിയതാണ് ഈ 3 കപ്പ. കൊണ്ടുവച്ചിട്ട് 2-3 ദിവസമായി. ഇനിയും വെച്ചാൽ പണി പാളും. അതുകൊണ്ട് ഇന്നൊന്നും നോക്കിയില്ല. വന്ന പാടെ കപ്പ പുഴുങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ കപ്പയൊക്കെ തൊലി കളയലാണേ. കപ്പയൊക്കെ കഴിക്കാൻ ഒരുപാട് ആൾ വേണം. കപ്പയായാലും ചക്കയായാലും എല്ലാവരും ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു രസമല്ലേ, ഒരു വൈബല്ലേ, എന്താ പറയുക, നല്ലൊരു റീയൂണിയനാണ്. ഫാമിലിയിൽ എല്ലാവരും ഉണ്ടെങ്കിൽ അത് പറയണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രക്കും രസമാണ് കപ്പയും ചക്കയൊക്കെ ഒരുമിച്ച് കഴിക്കുക. അപ്പോൾ നമ്മളെ കപ്പയൊക്കെ തൊലികളിന് കഴുകി വൃത്തിയാക്കി എടുത്തു. കുക്കർ അടുപ്പിൽ വെച്ചു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു. മഞ്ഞൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല, ചെണ്ടനായിട്ട് പുഴുങ്ങിയെടുക്കലാണ്. അപ്പോൾ നമ്മുടെ കപ്പി അതിലേക്ക് ഇട്ടു. ഇനി ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലൊരു 3 വിസിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ കപ്പയൊക്കെ നമ്മളെ സൂപ്പറായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ ഇതേ വിസിലൊക്കെ വന്നു. ഞാൻ കപ്പയിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞു. കണ്ടില്ലേ, നമ്മുടെ ചെണ്ടനായിട്ട് നല്ല അടിപൊളിയായിട്ട് കപ്പ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടെ വറുത്തരച്ച കോഴിക്കറിയാണ്, പറയണ്ടല്ലോ, വായിൽ കപ്പലോടും, അത്രക്കും ടേസ്റ്റാണ്. വറുത്തരച്ചാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇതേ ഞാൻ ഇങ്ങനെ ഉരുളയാക്കുമ്പോൾ ഒരാൾ ഓടി വരുന്നുണ്ട്. വേറെ ആരുമല്ല, ഷൈമോനാണ്. ഷൈമോൻ പറയേണ്ട താമസം ഓന് ഇവിടെ എത്തും. കാരണം മണം പിടിച്ചിട്ട് ഓന് ഇതേപോലെ ഓടി വരും. അപ്പോൾ കപ്പയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കപ്പയൊന്നും കഴിക്കാൻ ഒരു മടിയുമില്ല. കപ്പയായാലും ചക്കയായാലും ചേമ്പായാലും ചേനയായാലും എല്ലാം ഇവിടെ കഴിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലൊക്കെയാണ്.